GST പരിഷ്കരണം രാജ്യത്താകമാനം നടപ്പിലാകുമ്പോൾ അത് സാധാരണക്കാർക്കും ഏറെ ഗുണം ചെയ്യും. TV, AC തുടങ്ങിയ ഗാർഹിക ഉപകരണങ്ങൾക്ക് കാര്യമായ വിലക്കുറവ് വന്നിട്ടുണ്ട്. കൊച്ചിയിൽ നിന്ന് സഹിൻ ആന്റണി തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. രാജ്യത്ത് ഇന്നു മുതൽ GST പരിഷ്കരണം നടപ്പിലാവുകയാണ്. അതുകൊണ്ട് തന്നെ ഗൃഹോപകരണങ്ങൾക്കും കാര്യമായ വില കുറവുണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷയായിരുന്നു ജനങ്ങൾക്കുള്ളത്. അത് അങ്ങനെയാണോ എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. എന്തായാലും നമ്മളിപ്പോൾ ഉള്ളത് നന്ദിലത്ത് G-Martന്റെ ഒരു ഷോപ്പിലാണ്, കലൂരിലെ ഷോപ്പിലാണ്. അവിടെ നിരവധി TVകളും ഒപ്പം തന്നെ AC-യും മറ്റ് വാഷിംഗ് മെഷീൻ, ഫ്രിഡ്ജ് എല്ലാം ഉണ്ട്. ഇവിടുത്തെ ജീവനക്കാരോട് തന്നെ കാര്യങ്ങൾ ചോദിക്കാം. ചേട്ടാ, ഈ ഒരു TV ഒക്കെ ഒരു എങ്ങനെയാണ് ഇത് ഇന്നലെ ഉണ്ടായിരുന്ന വിലയും ഇന്നത്തെ വിലയും മാറ്റമൊക്കെ ഉണ്ടോ? ഈ പറയുന്ന പോലെ മാറ്റമുണ്ട്. GST നല്ലോണം കുറഞ്ഞിട്ടുണ്ട്. 28% ഉള്ളത് നേരെ 18% മാറിയിട്ടുണ്ട്. 18%. ഇന്നലെ വരെ ഈ ടിവിയുടെ പ്രൈസ് 54,000 രൂപയെന്ന്, അത് ഇന്ന് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യണത് 47,000 രൂപക്കാണ്. ഇന്ന് 47,000 രൂപയ്ക്കാണ്. അതെ. 47,000 രൂപയ്ക്ക്. അപ്പോൾ ചേട്ടാ, അങ്ങനെയാണെങ്കിൽ ഈ AC-ക്ക് എങ്ങനെയാണ്? AC-ക്ക് കാര്യമായിട്ട് വില കുറഞ്ഞിട്ട്? അതേപോലെ തന്നെയാണ്. ഇന്നലെ വരെ നമുക്ക് 64,500 ഉണ്ടായ AC ഇന്ന് 56,500 നമ്മൾ ഓപ്പറേറ്റ് ചെയ്യണത്. അങ്ങനെ കാര്യമായ വില കുറവുണ്ട്. നല്ല ഡിസ്കൗണ്ട് ഉണ്ട് എല്ലാ ഐറ്റംസിനും. അതെ. ആളുകൾ ഇന്നു മുതൽ കൂടുതലായിട്ട് വരുമെന്നൊരു പ്രതീക്ഷയുണ്ട്. ഉറപ്പാണത്. എന്തായാലും ആളുകൾക്ക് ഈ GST കുറയാൻ വേണ്ടി. അപ്പൊ ഇന്നലെയൊക്കെ കച്ചവടം എങ്ങനെയുണ്ടായിരുന്നു? ഇന്നലെയൊക്കെ എൻക്വയറിയാണ് കൂടുതലായിട്ട് ഉണ്ടായത്. എന്ന് വെച്ചാൽ ആൾക്കാർക്ക് GST കുറയുന്നതിന്റെ എങ്ങനെയായിരിക്കും എക്സ്പെക്ടേഷൻ, അതിന്റെ ഒരുപാട് എൻക്വയറി ഉണ്ടായിരുന്നു. ഇന്നു മുതൽ കാര്യമായ കച്ചവടം ഉണ്ടാവും, ഉറപ്പാണ്. എന്തായാലും ആളുകൾ ഇന്നു മുതൽ TV-യും ഒപ്പം തന്നെ AC-യും മറ്റ് ഗൃഹോപകരണങ്ങളെല്ലാം വാങ്ങുമ്പോൾ അതിന് കാര്യമായ വിലക്കുറവുണ്ടാകും എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. 28% GST-യിൽ നിന്നാണ് 18%. അത് തന്നെയാണ്, 28% GST-യിൽ നിന്ന് നേരെ 18% മാറിയിട്ടുണ്ട്. അത് സാധാരണക്കാരായ ജനങ്ങൾക്ക് ഗുണം ചെയ്യുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം.